ഈശ്വരോ വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ വീണ്ടും ഒരു ദിവസം കൂടി തിരുവചനവുമായി നിങ്ങളോട് കൂടി ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കാരണം അവിടുന്ന് എല്ലാ മഹത്വത്തിനും യോഗ്യനാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പരിശുദ്ധാത്മാ സ്നാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ അഗ്നി സ്നാനം എന്നുള്ളത് ആർക്കാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം ഇന്ന് എനിക്ക് ഒരു സഹോദരൻ്റെ ഫോൺ വരികയുണ്ടായി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത് പരിശുദ്ധാത്മാ സ്നാനവും നമുക്കാണ്, പെന്തക്കോസ്ത് നാളിൽ തീ കൊണ്ടുള്ള സ്നാനമാണ് നടന്നത് എന്ന് അവരെ പഠിപ്പിച്ചതായിട്ട് പറയുകയുണ്ടായി. അപ്പോൾ ഇതിനു മുൻപും പലരിലൂടെ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ആ സഹോദരൻ പറഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സഹോദര, അന്ന് പെന്തക്കോസ്ത് നാളിൽ നടന്നത് തീ കൊണ്ടുള്ള സ്നാനമാണെന്ന് പറഞ്ഞത് അത് 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ അറിവാണ്. കാരണം എന്ന് വെച്ചാൽ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് തിരുവഴുത്തിലൂടെയാണല്ലോ. ഞാനതുകൊണ്ട് പത്രോസ് തന്നെ ആ കാര്യം പറഞ്ഞത് പെന്തക്കോസ്ത് നാളിൽ നടന്നത് തീ കൊണ്ടുള്ള സ്നാനമായിരുന്നോ അതോ പരിശുദ്ധാത്മ സ്നാനമായിരുന്നോ എന്ന് പത്രോസിൻ്റെ ഭാഷയിൽ തന്നെ നമുക്കൊന്ന് കേൾക്കാം. ഞാനിതിനു മുമ്പ് വായിപ്പിച്ചതാണ്. പത്രോസ് പറഞ്ഞത് ആ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്നപോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാനാർ. നോക്കണേ, ഇവിടെ പത്രോസ് എന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് അന്ന് ലഭിച്ചത് പരിശുദ്ധാത്മ സ്നാനമാണെന്നാ പറഞ്ഞേ. കൊർന്നേല്യോസിന്റെ ഭവനത്തിൽ നടന്നതും പരിശുദ്ധാത്മ സ്നാനമാണെന്നാ പറഞ്ഞേ. എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ തിരുവെഴുത്തിൽ ഇങ്ങനെ ഒരു അഗ്നിസ്നാനം വിശുദ്ധന്മാർക്കെന്ന് പറയുന്ന ഒരൊറ്റ വാക്യം പോലും ഇല്ല. അത് ഞാൻ നേരത്തെ നിങ്ങൾ ഓർപ്പിച്ചല്ലോ. അത് പറഞ്ഞത് തന്നെ സ്നാപക യോഹന്നാനാണ്. ആരെക്കുറിച്ച് പറഞ്ഞു എന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, പതിരനെ കുറിച്ചാണ്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വീണ്ടും കർത്താവ് പഠിപ്പിക്കാത്തതും അപ്പോസ്തലന്മാർ പഠിപ്പിക്കാത്തതുമായ ഒരു കാര്യത്തെ നമ്മളൊരു പുതിയ വ്യാഖ്യാനം കൊടുത്ത് പഠിപ്പിക്കുന്നത് എത്രയോ ശിക്ഷായോഗ്യമായിരിക്കും, എത്രയോ തെറ്റാം, എത്രയോ നമ്മൾ മനുഷ്യരെ വഞ്ചിക്കുക. അപ്പോൾ നമ്മൾ ആ വിഷയം ഇനിയും തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് എൻ്റെ ഫോൺ നമ്പർ ഉണ്ടല്ലോ, അതിനകത്ത് നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. എന്നോട് ഫോണിൽ തന്നെ ഇടപെടണം. കാരണം എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഫോണിലൂടെ മാത്രം സംസാരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്ന് ഞാൻ ആത്മമുദ്രയെക്കുറിച്ചും ആത്മാവിൻ്റെ അച്ചാരത്തെക്കുറിച്ചും പറയാമെന്ന് പറഞ്ഞു. ആത്മമുദ്ര, ആത്മ അച്ചാരം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്ന ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. 22-ാം വാക്യം, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമുക്ക് ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അപ്പോൾ ഇവിടെ 2 കാര്യവും വന്നിട്ടുണ്ട്. മുദ്രയെക്കുറിച്ചുമുണ്ട്, അച്ചാരത്തെക്കുറിച്ചുമുണ്ട്. ഇനിയും ഞാൻ 1-2 വാക്യോടെ ഞാൻ ഇതിനോട് ചേർന്ന് വായിപ്പിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് അല്പമായിട്ട് പറയാമെന്ന് വിചാരിക്കുക. വീണ്ടും നമ്മൾ വായിക്കുന്നത് എഫേസ്യ ലേഖനത്തിലാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പൂഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെയും അച്ചാരം പിന്നെ മുദ്ര, ഈ 2 കാര്യം ഇവിടെ ഉണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നോട് കൂടെ ബൈബിളെടുത്ത് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ വചനത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെയും തൻ്റെ മഹത്വത്തിൻ്റെ പൂഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഇത് 2 ചേർത്ത് തന്നെ നിങ്ങളോട് പറയാം എന്ന് വിചാരിക്കുക.
ഞാനതിൻ്റെ മൊത്തത്തിലുള്ള ആ വാക്യങ്ങൾ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. പിന്നെ നമ്മൾ ഈ ആത്മമുദ്ര എന്നുള്ളത്, മുദ്രയുടെ ഉദ്ദേശം നമുക്കറിയാം. മുദ്ര അത് ഉടമസ്ഥ അവകാശത്തെ കാണിക്കുന്നതാണ്. മുദ്ര ഉടമസ്ഥ അവകാശത്തെ കാണിക്കുന്നതാണ്. അപ്പം ദൈവമാണ് നമ്മുടെ ഉടമസ്ഥൻ എന്നാണ് ഈ മുദ്ര വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ ഒരാൾ കൊടുക്കുകയാണെങ്കിൽ ആ ലെറ്ററിൽ മുദ്ര ഉണ്ടായിരിക്കണം. മുദ്രയില്ലെങ്കിൽ ആ ലെറ്ററിന് വിലയില്ല. അപ്പോൾ ആ ലെറ്ററിൽ, അങ്ങനെയുള്ള ലെറ്റർ എത്ര പേർക്ക് എഴുതാം, എന്നാൽ അതിൻ്റെ മുദ്ര, ആ ഓഫീസിൻ്റെ മുദ്രയാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പോൾ ഈ മുദ്ര, അപ്പോൾ നമ്മൾ നമ്മുടെ ഉടമസ്ഥൻ ദൈവമാണെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് നമുക്ക് ആത്മാവിലുള്ള മുദ്ര. ഇത് എത്ര വിലപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഈ മുദ്രയുടെ ഉദ്ദേശത്തെക്കുറിച്ച് അതേ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. കണ്ടോ, വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ നമ്മൾ വായിക്കും, അല്ല പാടാറുണ്ടല്ലോ അല്ലേ, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാ. എന്നാൽ ഒരു വീണ്ടെടുപ്പിൻ നാളുണ്ട്. അതെന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ്. അപ്പോൾ നമ്മൾക്ക് ഈ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ത്രികാല രക്ഷ എന്ന് പറയുന്ന പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അപ്പോൾ 1 നമ്മൾ രക്ഷിക്കപ്പെട്ടു, 2 നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, 3 നമ്മൾ രക്ഷിക്കപ്പെടും. ഇങ്ങനെയാണ് ഈ ത്രികാല രക്ഷ. ഇതിനെക്കുറിച്ചൊരു ക്ലാസ് ഞാൻ പിന്നീട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് പേർക്ക് അറിയത്തില്ലാത്തൊരു വിഷയമായി ഈ ത്രികാല രക്ഷയൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ രക്ഷിക്കപ്പെട്ടവർ ഞാൻ ഇനിയും രക്ഷിക്കപ്പെടും എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു സംശയം, ഇദ്ദേഹം ഇതുവരെ രക്ഷിക്കപ്പെട്ടില്ലേ? പക്ഷെ നമ്മളോട് പറയുന്നത് ഏത് രക്ഷയെക്കുറിച്ചാണ്? നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാകുന്ന രക്ഷയെക്കുറിച്ചാണ്. അപ്പോൾ ആ ഭാഗം ഞാൻ കൂടുതൽ പിന്നീട് ഒരു ക്ലാസ്സിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ആരെല്ലാം വീണ്ടും ജനിച്ചുവോ രക്ഷിക്കപ്പെട്ടുവോ അവരെല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ മുദ്രയിടപ്പെട്ടവരാണ്. മുദ്രയിടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതം, അല്ലെങ്കിൽ അവർ വളരെ ഭദ്രതയുള്ളവരാണെന്നുള്ളതാണ്. രക്ഷാഭദ്രതയെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാമോ? രക്ഷ നഷ്ടപ്പെടുമോ? അതും ഒരു ക്ലാസ്സായിട്ട് പിന്നീട് പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തിൻ്റെ വകയാണെങ്കിൽ പ്രിയമുള്ളവരെ ഒരിക്കലും നമ്മുടെ രക്ഷ നഷ്ടമാകില്ല. അതിൻ്റെ അർത്ഥം നമുക്ക് തോന്നിയ പോലെ ജീവിക്കാമെന്നല്ല, ഒരിക്കലും അങ്ങനെ ജീവിക്കത്തില്ലല്ലോ രക്ഷിക്കപ്പെട്ട ദൈവവചനം. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണേ. ഒരു വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി തന്നെ ക്രിസ്തുവിൽ അവന് പുതിയ സൃഷ്ടിയാണ്. പിന്നെ അവന് പഴയതുപോലെ എങ്ങനെ ജീവിക്കാൻ കഴിയും? അങ്ങനെ ഒരു ചിന്താഗതിക്ക് പോലും അവിടെ യാതൊരു സ്ഥാനവുമില്ല. അങ്ങനെയൊക്കെ മാനുഷികമായ ചിന്താഗതിയിലൂടെ പോയി വഞ്ചിക്കപ്പെടുന്ന അനേകരുണ്ട്. അത് രക്ഷിക്കപ്പെടാത്തതിൻ്റെ ഒരു കാരണമാണ്. രക്ഷിക്കപ്പെട്ടവരുടെ ചിന്താഗതികൾ പോലും മാറി. നമ്മൾ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി മാറിയില്ലേ? പിന്നെ നമ്മൾക്ക് ഈ ലോകപരമായ ചിന്തയല്ല, ഉയരങ്ങളിലെ ചിന്തയാണ്. എങ്ങനെ എനിക്ക് ക്രിസ്തുവിനെ പോലെ ആയിത്തീരാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ശത്രുവിന് നമ്മുടെ മേൽ ഒരു അവകാശവും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ശത്രുവിനെ നമ്മളെ ഡയറക്റ്റ് ആക്രമിച്ച് നമുക്ക് എന്തെങ്കിലും ദോഷം വരുത്താൻ കഴിയില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പഴയ നിയമത്തിൽ പോലും പിന്നെ ഒരു ദൈവത്തിൻ്റെ മനുഷ്യനായ ഇയ്യോബിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇയ്യോബിന് എത്ര നിലയിലുള്ള രക്ഷയുണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര നിലയിലുള്ള അവൻ്റെ സുരക്ഷയുണ്ടായിരുന്നു നിങ്ങൾക്കറിയാമോ? നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ഇയ്യോബ് ദൈവത്തിനായി നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കിട്ടിയിട്ടില്ലയോ? കണ്ടോ, എത്ര വേലിയുള്ളേ, എത്ര സുരക്ഷാ കവചമുള്ളേ. ഒന്ന് ഇയ്യോബിന് സുരക്ഷാ കവചമുണ്ട്, അവൻ്റെ വീടിന് സുരക്ഷാ കവചമുണ്ട്, പിന്നെ അവനുള്ളതിനെല്ലാം, അല്ലെങ്കിൽ അവൻ്റെ സകല സമ്പത്തും സകലത്തിനും ദൈവം വേലിയിട്ട് കാക്കുക. ആർക്കും അതിന്മേൽ തൊടാനായിട്ട് പറ്റിയല്ല. ഇത് പിശാച് തന്നെ പറയുന്ന സാക്ഷ്യമാണ്. അതിനേക്കാൾ എത്ര ഭദ്രമാണ് പ്രിയമുള്ളവരെ ഒരു വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ കാര്യം. ദൈവത്തിൻ്റെ കാര്യത്തിൻ്റെ സുരക്ഷ എത്ര വലുതാ നിങ്ങൾക്കറിയാമോ? യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്തുവാ? ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല.
എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. നമ്മളെവിടെയാ? രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിൻ്റെ പൈതലും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ എത്ര ഭദ്രതയുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത്. ദൈവമക്കളെ, നമ്മൾ ഓരോ ദിവസവും നമ്മൾ അതുകൊണ്ട് തന്നെ കർത്താവിനെ എത്രമാത്രം മഹത്വപ്പെടുത്താനായിട്ട് നമ്മൾ കടപ്പെട്ടവരാ. നമ്മൾ എത്ര സ്തുതിച്ചാലും മതി വരുമോ നമ്മുടെ ഭദ്രത? അപ്പോൾ വീണ്ടും ജനിച്ച ഓരോ ദൈവത്തിൻ്റെ പൈതലും, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്കതിനെ അറിയാമല്ലോ, ഈ വഴിയിലുള്ള വൃക്ഷങ്ങളോ അല്ല വനത്തിലെ വൃക്ഷങ്ങളോ ഒക്കെ വെട്ടി റോഡിലരി കൊണ്ടിട്ടേക്കും. അത് ഗവൺമെൻറ്റിൻ്റെ ആണെന്നുള്ളൊരു മുദ്ര അതിനുണ്ടായിരിക്കും. ആ മുദ്രയുള്ള ആ തടി, ആ മരക്കഷ്ണം ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ ധൈര്യപ്പെടുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ അവൻ പിടിപ്പെടും, അവന് ശക്തമായ പണിഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, കാരണം അത് ഗവൺമെൻറ്റിൻ്റെ വകയാണ്, ഗവൺമെൻറ്റിൻ്റെ മുദ്ര അതിന്മേലുണ്ട്. ഇതുപോലെ നമ്മൾ സ്വർഗീയ ഗവൺമെൻറ്റിൻ്റെ വകയാണ്, നമ്മൾ സ്വർഗത്തിൻ്റെ വകയാണ്, നമ്മൾ ദൈവത്തിൻ്റെ വകയാണ്. അവിടുന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. അത് നശിച്ചു പോകുന്ന എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടല്ല. നമുക്കറിയാമല്ലോ, നമ്മൾ 1 പത്രോസ് 1:18 നമ്മൾ വായിക്കുന്നത് എന്താ? നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്നു മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളൊക്കെ കൊണ്ടല്ല. ഞാനത് എടുത്ത് വായിച്ചോട്ടെ. വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നോക്കണം, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരല്ല. നാം വീണ്ടെടുക്കപ്പെട്ടവരാ. കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാ. ആ കാര്യം നമ്മൾ 1 കൊരിന്ത്യർ 6 അതിൻ്റെ 19 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഇതൊക്കെ പലരും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ദൈവവാക്യം പറയുന്നത്, ആകയാൽ നിങ്ങൾ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്ന് വെച്ചാൽ, നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന കാലം ഈ മുദ്ര ഏൽക്കപ്പെട്ട എല്ലാവരും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. നാം കർത്താവിനുള്ളവരാണ്, കർത്താവിൻ്റെ വകയാണ്. പിന്നെ വളരെ ദുഃഖകരമായൊരു കാര്യം ഫിലിപ്പർ 2:21 പൗലോസ് പറയുന്നുണ്ട്, എല്ലാവരും ക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യം എത്ര നോക്കുന്നു. എത്ര വേദനയായിരിക്കും കർത്താവിന്. ദൈവമുള്ളവരെ, ഇന്ന് നമ്മൾ ആ കർത്താവിൻ്റെ കാര്യം തന്നെയാണ് നോക്കുന്നത്. ആ കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്നുള്ളതാണോ നമ്മുടെ ജീവിത ലക്ഷ്യം? അത് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ നമ്മെല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മുദ്രയിടപ്പെട്ടവരാണ്. അപ്പോൾ അത് വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്ന എന്ന് വെച്ചാൽ, നമ്മുടെ കർത്താവ് വരും, അവിടുന്ന് വരുമ്പോൾ നമ്മൾ അവിടുത്തെ പോലെ ആയിത്തീരും. അന്നാണ് നമ്മുടെ ശരീരത്തിൻ്റെ പൂർണ്ണമായ ഈ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു വലിയൊരു അടയാളം ഞാൻ നിങ്ങളോട് പറയാം. എന്താ അറിയാമോ? അവർ ഈ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു ഞരക്കം അവരുടെ ഉള്ളിലുണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. റോമാലേഖനം അതിൻ്റെ 8:23 ഞാൻ വായിച്ചേൽപ്പിക്കാം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പുത്രത്വത്തിന് കാത്തുകൊണ്ട്. അപ്പം നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന പുത്രത്വം നമുക്ക് പ്രാപിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ഈ ശരീരം കൂടെ തേജസ്കരിക്കപ്പെട്ട് കഴിയുമ്പോഴാണ്. അന്നാണ് നമ്മുടെ വീണ്ടെടുപ്പ് പൂർണ്ണമാകുന്നത്. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വീണ്ടെടുക്കപ്പെടും. നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. നമ്മൾ കർത്താവിൽ വിശ്വസിച്ചപ്പോൾ നമ്മൾ ആത്മാവിൽ രക്ഷിക്കപ്പെട്ടു. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പ്രാണനിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ വരവിൽ നമ്മുടെ ശരീരത്തിൽ രക്ഷിക്കപ്പെടും. ഇങ്ങനെയാ ആ 3 കാര്യം. അത് ഞാൻ പിന്നീട് ത്രികാല രക്ഷയെക്കുറിച്ച് ക്ലാസ് പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടുത്തെ കാര്യം, ഒരു കാര്യം നമുക്ക് ധൈര്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ മുദ്ര ഇടപ്പെട്ട ഒരു വ്യക്തിയാണ്. രണ്ടാമത് നമ്മളവിടെ വായിച്ചെന്തുവാ? അച്ചാരം എന്നുള്ള വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. പിന്നെ അതേ 1 കൊരിന്ത്യർ 1:22
അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. അപ്പോൾ ആത്മാവെന്ന അച്ചാരം നമുക്ക് തന്നിട്ടുണ്ട്, ആത്മാവിൻ്റെ അച്ചാരം. അതേ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ 5-ാം വാക്യോട് നീ വായിക്കാം. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. അപ്പം ദൈവം നമുക്ക് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്നു. പിന്നെ നമ്മൾ ഇച്ചിരി മുമ്പ് വായിച്ചായിരുന്നു, ആ വാക്യോടെ ഒരിക്കലും വായിക്കാം. എഫേസ്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. തൻ്റെ മഹത്വത്തിൻ്റെ പൂഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവ്, നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരം. അപ്പം നമുക്ക് ഭാവിയിൽ നമുക്ക് ലഭിക്കേണ്ട എല്ലാ വിധത്തിലുള്ള, അപ്പോൾ ഈ അച്ചാരം എന്തിനാ? അഡ്വാൻസ് അല്ലേ? നമുക്കറിയാലോ, നമ്മൾ ഈട് കൊടുക്കുക എന്നൊക്കെ പറയല്ലേ, മലയാളത്തിൽ അങ്ങനെയൊക്കെ പല പ്രയോഗമുണ്ട്. ഈട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇനി ദൈവത്തിൻ്റെ ആണ്, മാത്രമല്ല ദൈവത്തിൻ്റെതെല്ലാം അവനുള്ളതാകുന്നു എന്നുള്ളതിൻ്റെ ഒരു വാഗ്ദത്ത വിഷയം കൂടിയാണ്. വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തതെല്ലാം നമുക്ക് ലഭിക്കും എന്നുള്ളതിൻ്റെ ഒരു അച്ചാരമാണ് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മൾ ഭാവിയിൽ എന്തായിത്തീരും? നമ്മൾ എങ്ങനെയായിത്തീരും? നമ്മൾ കർത്താവിൻ്റെ വരയിൽ എടുക്കപ്പെടുമോ? അതെല്ലാം സംഭവിക്കുന്നത് ഈ ആത്മാവിനെ ആധാരമാക്കിയാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ റോമാലേഖനം തന്നെ 8-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഉണ്ടോ? നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. എത്ര വലിയ കാര്യമാണ്! അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇനിയും നമ്മൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ ഈ വാക്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത് ഞാനത് വചനത്തിലൂടെ തന്നെ നമ്മൾ പറയുന്നു ഉറപ്പുവരുത്താനാണ്. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. ഇവിടെ തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ശക്തി അതിൻ്റെ 2 കൊരിന്ത്യർ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 4:7, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ നമ്മൾ ചിന്തിക്കണം, സർവ്വലവനായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ആ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ സാമാന്യ രീതിയിലൊന്നും മനസ്സിലാക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു, ആ ദൈവം നമ്മളിൽ വസിക്കുന്നു, ഏക ദൈവം നമ്മളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് മാത്രമല്ല, കർത്താവ് യേശു ക്രിസ്തു നമ്മിലുണ്ട്, പിതാവ് നമ്മിലുണ്ട്. ഇങ്ങനെ ത്രിയേക ദൈവത്തോട് കൂടെയുള്ള വാസമാണ് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിൻ്റെയും വാസം. ഇതൊക്കെ നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായി പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് നമുക്ക് അച്ചാരമായിട്ട് തന്നിരിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ വരവിൽ നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരും. ഈ ആത്മാവ് ഉള്ളവരെല്ലാവരും രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോടുകൂടെ എപ്പോഴും 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 ഉണ്ടായിരിക്കും. എത്ര വിലപ്പെട്ട കാര്യമാണ്! അപ്പോൾ ഒന്നാമത്തെ കാര്യം തന്നെ നമ്മൾ ചിന്തിക്കുന്നത്, വീണ്ടും ജനനം ആത്മാവിനാലാണ്. വീണ്ടും ജനിച്ച ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റ് ദൈവസഭയോട്, സഭയൊരു സംഘടനയല്ല, അതൊരു മതമല്ല. ദൈവസഭ അത് ജീവൽ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അത് വളരും. ചിലർ പറയാറില്ലേ, അത് ഞങ്ങളുടെ സഭയാണ്, ഒരു കെട്ടിടം കാണിച്ചുകൊണ്ട്. കെട്ടിടമൊന്നും സഭയല്ല. നമ്മൾ കൂടി വരുന്ന ഒരു സ്ഥലം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സഭ എന്നുള്ളത് ജീവനുള്ള ഓരോ വ്യക്തികളാണ്. നമ്മൾ ജീവനുള്ള കല്ലുകളായി പണിയപ്പെടുകയാണ്. അതുകൊണ്ട് അത് വളർന്നുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു കെട്ടിടം വളരാറുണ്ടോ? ആ പുതുക്കി പണിയാം, അത് വേറെ വിഷയം. പക്ഷേ അതൊരു വളർച്ചയല്ല, ഇത് ജീവൻ്റെ വളർച്ചയാണ്. ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കും, ഇത് വളർന്നുകൊണ്ടിരിക്കും. വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ കർത്താവിൻ്റെ വരവിലേക്ക് വേണ്ടിയിട്ട് ആത്മാവിനാൽ നമ്മളെ എന്ത് ചെയ്തു? നമ്മളെ സ്നാനപ്പെടുത്തി ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർത്തു. കർത്താവിൻ്റെ സഭ, കർത്താവ് ഇനി എന്തിനാണ് വരുന്നത്? കർത്താവ് തൻ്റെ സഭയെ ചേർക്കാനാണ് വരുന്നത്. കർത്താവിൻ്റെ രഹസ്യ വരവിൽ കാഹളം ധരിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ കുറച്ച് നിൽക്കും, ജീവിച്ചിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ആരെടുക്കപ്പെടും? ക്രിസ്തുവിനുള്ളവർ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും.
പിന്നെ ജീവിച്ചിരിക്കുന്നവരായ നാം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ജീവിക്കുന്ന നാം എല്ലാവരും രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ്, എത്ര നല്ലൊരു പ്രത്യാശയാണ് ദൈവമക്കളെ. അതുകൊണ്ട് ഒരു കാര്യം മറക്കരുത്, യഥാർത്ഥമായി ഞാൻ വീണ്ടും ജനിച്ചോ, ഞാൻ യഥാർത്ഥമായും ഞാൻ രക്ഷിക്കപ്പെട്ടോ, ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സ്നാനം എനിക്ക് ലഭിച്ചോ, വീണ്ടും ജനിച്ചതാണെങ്കിൽ അവന് ഈ അനുഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ വീണ്ടും ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന കാര്യമാണ് പരിശുദ്ധാത്മ സ്നാനം, ഇവിടെ വായിച്ച ആത്മാവിൻ്റെ മുദ്ര, ആത്മാവിൻ്റെ ആചാരം. ഇവയെല്ലാം വീണ്ടും ജനിക്കുന്ന അതേ ക്ഷണത്തിൽ അതേ സമയത്ത് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് വേറൊരു സമയത്താണ് ലഭിക്കുന്നതെന്ന് പറയാനായിട്ട് വാക്യങ്ങളില്ല കേട്ടോ. ഇനി അങ്ങനെയും ചിലപ്പോൾ ചിലർ എഴുന്നേറ്റെന്ന് വന്നേക്കാം. എന്നാൽ ഞാൻ വളരെ സ്പഷ്ടമായിട്ട് നിങ്ങളോട് പറയട്ടെ, ഇതെല്ലാം വീണ്ടും ജനിക്കുന്ന സമയത്ത് തന്നെ ദൈവം ചെയ്യുന്ന തൻ്റെ ആത്മാവിലൂടെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മറ്റൊരു തെറ്റായ വ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വചനത്തിലൂടെ തെളിയിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. അപ്പോൾ വചനാനുസരണം ഇതെല്ലാം സംഭവിക്കുന്നത് നാം രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ, വീണ്ടും ജനിക്കുമ്പോൾ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇനിയുണ്ട്. ഇനി ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ ആത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അയ്യോ, വളരെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ ഇനി വീണ്ടും ജനിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അനേക സംഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതെല്ലാം ഒരു വീണ്ടും ജനിച്ച വ്യക്തിയുടെ അതേ സമയത്തുള്ള അനുഭവങ്ങൾ കൂടിയാണ്. അതിൻ്റെ അറിവ് പരിക്കാനോ ചിലപ്പോൾ അവർക്ക് പതുക്കെയായിരിക്കും ലഭിക്കുന്നത്. പക്ഷേ ഇതെല്ലാം അവരിൽ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഈ കാര്യം വളരെ വ്യക്തമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. നിങ്ങൾക്കിനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ അതിനകത്തുണ്ടല്ലോ, നിങ്ങൾക്ക് ഫോൺ ചെയ്ത് ചോദിക്കാം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഒരു സഹോദരനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഞാൻ ഇതും കൂടെ ക്ലാസ് കേൾക്കാൻ പറയുകയും അതിനോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് വിശദമായി തനിക്ക് വളരെ തൃപ്തികരമായിട്ട് അദ്ദേഹത്തിന് വചനത്തിലൂടെ മറുപടി കൊടുക്കാൻ കഴിയുകയും ചെയ്തു. അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കും ചിലപ്പോൾ ചില സംശയം ഉണ്ടായേക്കാം. എന്നെ കേൾക്കുന്ന അനേകരും ചിലപ്പോൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരായിരിക്കാം. അവർക്ക് അനുഭവമൊന്നും കാണിയല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് നിങ്ങളൊരു ദൈവമകനായി ദൈവമകളായി തീരണം, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരായി തീരണം. കർത്താവിൻ്റെ വരവിൽ നാം കൈവിടപ്പെടാൻ ഇടയാകരുത്. ഇത് ഒരേ ഒരു ചാൻസാണ് ജീവിതം. അതുകൊണ്ട് ഇനിയൊരു ചാൻസ് നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളിതൊന്നും നഷ്ടമാക്കല്ലേ. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം, ക്രിസ്തുവുള്ള ജീവിതം, ക്രിസ്തുവിന് ജീവിക്കുന്ന ജീവിതം, ക്രിസ്തു കാണിച്ച മാതൃകയെ പിൻപറ്റുന്ന ജീവിതം, ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് ക്രിസ്തുവിൻ പത്രമായി, ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൻ്റെ സുഗന്ധം വരുത്തുന്നവരായി കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ ദൈവമായ കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമം മാത്രം എപ്പോഴും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.